സ്വാതി നമുക്കൊരു ജനറൽ വിഷയം അറിയില്ല, എപ്പോഴാണ് വോട്ടെണ്ണൽ തുടങ്ങുക, എന്താണ് അവരുടെ അവർ പൂർണ്ണമായിട്ടും സെറ്റായി കഴിയുന്ന ഹാൻഡ്സ് പറയാം. രാവിലെ മുതൽ ഹാൻഡ്സ് ആണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം സജ്ജമാണ് ഇനി സ്ട്രോങ് റൂം അടക്കം തുറക്കാനുള്ള ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുന്നത് എങ്ങനെയാണ്, ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഹാൻസ്, ഗുഡ് മോർണിംഗ് ഹാൻസ്. ഗുഡ് മോർണിംഗ്, 3 പേർക്കും ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മൾ കാത്തിരുന്ന ഒരു ദിവസം വന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 25 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് അല്പസമയത്തിനുള്ളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. കൃത്യം 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ 6 മണിക്ക് ശേഷം ഇപ്പോൾ ഉദ്യോഗസ്ഥരും അതിനോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. അത് 43 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുക. ചില ജില്ലകളിൽ മാത്രം ഒറ്റയിടത്താണ് എല്ലാ മണ്ഡലങ്ങളും. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 14 മണ്ഡലങ്ങളുണ്ട്. ഈ 14 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത് ഒരു ഇടത്താണ്, ഒരു കോമ്പൗണ്ടിലാണ്. പക്ഷേ ചില ജില്ലകളിൽ ഒന്നിലധികം കേന്ദ്രങ്ങളുണ്ട്. അത് അവിടുത്തെ സ്ഥല സൗകര്യം അനുസരിച്ച് കൊണ്ടാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ 6 മണിക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട ഏജന്റുമാരും ഇപ്പോൾ ഈ കേന്ദ്രങ്ങളിലെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം സാങ്കേതികമായ ചില കാര്യങ്ങളുണ്ട്. ഈ പേപ്പർ വർക്കുകളും മറ്റും പൂർത്തീകരിച്ചതിന് ശേഷം 7 മണിക്ക് കൃത്യം 7 മണിക്ക് സ്ട്രോങ് റൂം തുറക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും അതിനോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഈ പറയുന്ന സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലായിരിക്കും 100% ക്യാമറയിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് 7 മണിക്ക് സ്ട്രോങ് റൂം തുറക്കും. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിലുണ്ടോ എന്നുള്ള കാര്യം സ്ട്രോങ് റൂമിൽ എത്തുന്ന ഉദ്യോഗസ്ഥർ പരിശോധിക്കും. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല, അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പ് ദിവസം എങ്ങനെയാണോ സജ്ജീകരിച്ചിരിക്കുന്നത് അതേപടി തന്നെയാണോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഈ ബന്ധപ്പെട്ട ടേബിളുകളിലേക്ക് ഈ EVMകളും അതിനോടൊപ്പം തന്നെ പോസ്റ്റൽ വോട്ടുകളും എത്തിച്ചേരും. സാധാരണഗതിയിൽ 14 ടേബിളുകളാണ് സജ്ജമാക്കാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണുള്ളത് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സ്ഥല സൗകര്യം അനുസരിച്ചുകൊണ്ട് ഈ ടേബിളുകളുടെ എണ്ണം കുറയുകയും ചെയ്യാം. കാരണം 12 ടേബിളുകൾ വരെ പരമാവധി എത്താം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സ്ട്രോങ് റൂമുകൾ തുറന്നതിന് ശേഷം ഈ വോട്ടുകളെല്ലാം തന്നെ ഈ ബന്ധപ്പെട്ട ടേബിളുകളിലേക്ക് എത്തും. ആദ്യഘട്ടത്തിൽ ഈ 14 ടേബിളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളതെങ്കിൽ ആദ്യത്തെ 1 മുതൽ 14 വരെയുള്ള ബൂത്തുകൾ ആദ്യഘട്ടത്തിൽ എണ്ണിത്തുടങ്ങും. അത് EVMൻ്റെ കാര്യത്തിലാണ്. പക്ഷേ അതേസമയം 8 മണിക്ക് കൃത്യം 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ആകെ മൊത്തം ഈ സംസ്ഥാനത്തുടനീളം 3 ലക്ഷത്തിലധികം പോസ്റ്റൽ വോട്ടുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവയെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ എണ്ണിത്തുടങ്ങും. പരമാവധി ഒരു മണ്ഡലത്തിൽ 5000 വോട്ടുകൾ വരെ എത്തിച്ചേരാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടാകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റൽ വോട്ടുകൾക്ക് വേണ്ടി മാത്രം തന്നെ അപ്പം പൂർണ്ണമായിട്ടും സജ്ജമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, എല്ലാ രീതിയിലും സജ്ജമാണ്. അപ്പൊ സ്വാതി, ഇനിയിപ്പം സ്ട്രോങ് റൂം തുറക്കുന്ന പരിപാടികളിലേക്കൊക്കെ കടന്നാൽ മതി. നമുക്കെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും ഇനിയിപ്പോ രാഷ്ട്രീയ അവസാനം നമ്മൾ പറയുന്നത് മുഴുവൻ അവസാന പ്രതീക്ഷകൾ ഓരോ മുന്നണിക്കും ഉണ്ടായതാണ്. കാരണം അത് അവർ കഴിഞ്ഞ ദിവസങ്ങളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതീക്ഷകളിൽ തന്നെയാണ് അവർ ഈ 2 മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ് എന്നുള്ളത്